ഹായ് ഓൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റ് വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ അടുത്ത മാസം 4-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവസാനം വരെ കാത്തു നിൽക്കേണ്ട. വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു കെമിസ്ട്രി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കെമിസ്ട്രി ഏതെങ്കിലും സ്ട്രീമിലെടുത്തൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ റയറായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ നിങ്ങൾക്ക് തരാം. നമുക്കറിയാം ഇത് കേരള ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾക്ക് നിയമനം വരുന്നത്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് തസ്തികയുടെ പേര്. ഏതാണ്ട് 35,600 മുതൽ 75,400 രൂപ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. നിലവിൽ ഈ പോസ്റ്റ് ഒരു ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിലവിൽ റാങ്ക് ലിസ്റ്റ് എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. പുതിയ മാറിയ PSCയുടെ പാറ്റേൺ രീതി അനുസരിച്ച് ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ നിൽക്കുമ്പോൾ തന്നെ എക്സാം നടത്തി ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് പിറ്റേ ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന ഒരു പാറ്റേണാണ് PSC ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഒരു പരിധി വരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇട്ട് തന്നെ മുമ്പോട്ട് പോകണം. ഇതിന്റെ ഒരു യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% മാർക്കോട് കൂടി ഏതെങ്കിലും കെമിസ്ട്രി മെയിൻ സ്ട്രീമായിട്ട് എടുത്ത് പഠിച്ച ഒരു ബിരുദമാണ് യോഗ്യതയായിട്ട് പറയുന്നത്. അപ്പോൾ അവിടെയും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം എല്ലാ കെമിസ്ട്രി ബിരുദധാരികൾക്കും അപേക്ഷിക്കാൻ പറ്റത്തില്ല. 60% കൂടുതൽ മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. രണ്ടാമതായിട്ട് മത്സരിക്കാൻ വേണ്ടി വരുന്നത് കെമിസ്ട്രി ഉദ്യോഗാർത്ഥികൾ മാത്രമായിരിക്കും. അതുകൊണ്ട് എണ്ണത്തിൽ അതായത് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ കുറച്ചും കൂടി ലിമിറ്റഡ് ആയിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു പോസ്റ്റിൽ യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഒരിക്കലും അപ്ലൈ ചെയ്യാതെ വിട്ടുകളയരുത്. അടുത്തതായിട്ട് ഈ ഒരു പോസ്റ്റിന്റെ അവസാനത്തെ നിയമന ഡീറ്റെയിൽസ് ആണ് കിടക്കുന്നത്. വളരെ അട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ. നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ DOE 22/11/2023 വന്നിട്ടുണ്ട്. അന്ന് ഈ ഒരു എക്സാമിനേഷന് കട്ട് ഓഫ് മാർക്കായിട്ട് 54 മാർക്കാണ് വന്നത്. അന്ന് ടോട്ടൽ അഡ്വൈസ് പോയത് 22 പേർക്കാണ്. അതായത് ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഏതാണ്ട് 22ഓളം പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല. ഈ റാങ്ക് ലിസ്റ്റിൽ മുഴുവൻ ഉൾപ്പെടുന്നത് 29 പേരാണ്. അപ്പോൾ ഇനി നമ്മൾ സംസാരിച്ച ഈ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞ് പുതിയ റാങ്ക് ലിസ്റ്റ് വരാൻ എന്തായാലും ഇനിയും ഒരു 8-9 മാസം ഏതാണ്ട് ഒരു വർഷത്തോളം സമയം എടുക്കുമെന്ന് കണക്കാക്കാം. അങ്ങനെ ആണെങ്കിൽ ബാക്കി നിൽക്കുന്ന 29 പേർക്ക് അഡ്വൈസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ റാങ്ക് ലിസ്റ്റ് പൂർണ്ണമായും തീർത്ത് അഡ്വൈസ് പോയിട്ടായിരിക്കും നിൽക്കുന്നത്. ചിലപ്പം സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പോലും ആളിനെ എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതേ സാധ്യത തന്നെയാണ് ഇനി വരുന്ന എക്സാമിനേഷനിലും ഉള്ളത്. അപ്പോൾ പുതിയ പാറ്റേൺ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടുവാനുള്ളൊരു സാധ്യത വളരെയധികം നൽകുന്ന രീതിയിലാണ് പുതിയ പാറ്റേൺ മാറിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നോട്ടിഫിക്കേഷൻ വന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു എക്സാമിനേഷൻ്റെ സ്ലോട്ട് അതായത് എക്സാം എന്നത്തേക്ക് നടക്കാൻ സാധ്യത ഉണ്ടെന്ന് ഓൾറെഡി കേരള PSC പറയുന്നുണ്ട്. അതായത് കാറ്റഗറി നമ്പർ 615/2025 എന്ന നമ്പറിൽ ഈ ഒരു എക്സാമിനേഷൻ ഏതാണ്ട് ഓഗസ്റ്റ് ഒക്ടോബർ സ്ലോട്ടുകളിൽ 2026 ഓഗസ്റ്റ് ഒക്ടോബർ സ്ലോട്ടുകളിൽ നടക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇനി കുറച്ച് സമയം നമ്മുടെ മുമ്പിൽ അവർ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ടൈം ബൗണ്ട് ഓഗസ്റ്റ് 1 ആയിരിക്കണം. കാരണം ഈ പരീക്ഷ ഓഗസ്റ്റിൽ ആദ്യത്തെ ആഴ്ച വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? എഴുതാൻ വില്ലിങ് ആയിരിക്കണം. മറക്കാത്തൊരു കാര്യമുണ്ട്. നമ്മൾ ആരും മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഇതൊരു ടെക്നിക്കൽ എക്സാമാണ്. അതുകൊണ്ട് മറ്റ് എക്സാമുകളുടെ കൂട്ട് ഒരു എൻറ്റയർ ഡേയോ ഒരു ഹാഫ് ഡേയോ ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു ദിവസത്തിൻ്റെ മോർണിംഗിൽ ഇവർക്ക് എക്സാം കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓഗസ്റ്റ് 1-ാം തീയതി തന്നെ എക്സാം വരുമെന്ന രീതിയിൽ ഇപ്പോൾ തന്നെ പഠനത്തിന് ഒരു കൃത്യമായിട്ടൊരു മോഡൽ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠനം തുടങ്ങണം. എങ്കിൽ മാത്രമേ ഈ ഒരു എക്സാമിനേഷന് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാനും ഒപ്പം തന്നെ റിവിഷനും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ചെയ്ത് നമുക്കൊരു അഡ്വാൻസ് സ്റ്റേജിൽ എക്സാമിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് ഒക്ടോബർ മാസത്തിലേക്കാണ് ആ എക്സാം നടക്കുന്നതിരിക്കട്ടെ. ഈ സമയമൊന്നും വേസ്റ്റ് ആവില്ല. കാരണം നമുക്ക് ആ എൻറ്റയർ സിലബസ് പഠിച്ച ശേഷം കൃത്യമായിട്ട് റിവിഷൻ കൊണ്ടുപോകാനുള്ളൊരു മതിയായ ടൈം ഇവിടെ കിട്ടുമെന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ 2 അഡ്വാൻറ്റേജ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഓഗസ്റ്റ് ഒക്ടോബർ സ്ലോട്ടിലേക്ക് എക്സാം പ്രതീക്ഷിക്കാം. അതിൽ തന്നെ ഓഗസ്റ്റ് സെറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇനി അതുകൊണ്ട് തന്നെ നമ്മൾ ഏണസ്റ്റ് അക്കാഡമിയിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഈ കോഴ്സുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഓഗസ്റ്റിൽ ആദ്യ വാരം പഠിച്ചു തീർത്തക്ക രീതി. അതായത് ഓഗസ്റ്റ് ആദ്യ വാരം തന്നെ നമ്മൾ പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് മതിയായ സമയം വർക്കൗട്ട് ചെയ്യാനും റിവിഷൻ ചെയ്യാനും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് ഒരു പ്രോ ലെവലിൽ എത്താനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോഴ്സിൽ വിജയം നേടുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പഠന മാതൃക മുൻനിർത്തി മുമ്പോട്ട് പോകാം. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.